എന്ത് ചെയ്തിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ലെന്ന് ഒരുപാട് ആളുകൾ പറയാറുണ്ട് അല്ലേ? ചെയ്യാവുന്നിടത്തോളം ചെയ്തു നോക്കി, മാക്സിമം ചെയ്തു, പക്ഷേ സമാധാനം എന്നത് ജീവിതത്തിലൊന്ന് തൊട്ടു നോക്കിയിട്ടില്ല. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദെ ഒരുപാട് അമലുകൾ ചെയ്തു, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, കടങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എന്താണൊരു പ്രതിവിധി? ഒന്നിനും ഒരു സമാധാനം ലഭിക്കാത്ത ഒരു വിഭാഗം ആളുകൾ, എന്ത് ചെയ്താലും സമാധാനം കിട്ടാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. ചില ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം കാണാറുണ്ട്. എന്തെങ്കിലും ഓതുമ്പോൾ, എന്തെങ്കിലും ദിക്റ് ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് നിസ്കരിക്കുമ്പോൾ ഒക്കെ സമാധാനം കിട്ടുന്ന ആളുകളുണ്ട്. എന്നാൽ എന്ത് ചെയ്താലും സമാധാനം കിട്ടാത്ത ഒരു വിഭാഗം ആളുകളുണ്ട്. പല ആളുകളും വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഉസ്താദെ എന്താണെന്നറിയില്ല, വല്ലാത്ത സങ്കടത്തിലാണ്, ഒരു സമാധാനമല്ല, ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കാണ് ഇന്നത്തെ വീഡിയോ. ഉസ്താദെ സമാധാനം ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആളുകൾ ആരാണോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോസും അമലുകളൊക്കെ കാണുന്ന എല്ലാ മുത്തു മുഅ്മിനീങ്ങൾക്കും അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും നൽകട്ടെ. നമ്മുടെ മജ്ലിസ് ഒരുപാട് ദിവസങ്ങളായി നമ്മുടെ മജ്ലിസ് ഉണ്ടായിട്ട് ഒരുപാട് തടസ്സങ്ങളെ കൊണ്ട് മജ്ലിസ് നടത്താൻ പറ്റുന്നില്ല. ഒരുപാട് തിരക്കുകളും പരിപാടിയും ഒക്കെ ആയതുകൊണ്ട് മജ്ലിസ് നമുക്ക് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാനോ നടത്താനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കഴിഞ്ഞാൽ നമ്മൾ വെള്ളിയാഴ്ചകൾ നടന്നു വരാറുള്ള നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം? പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ വിട പറയാൻ പോവുകയാണ് അല്ലേ? വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയോ എന്ന് ചോദിച്ചാൽ അല്ലാഹു അഅലം. നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഉപയോഗപ്പെടുത്തി കാണും. അള്ളാഹു സ്വീകരിക്കട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മുടെ എല്ലാ തെറ്റും പുറത്ത് അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ പോലും തെറ്റുകൾ കൊണ്ട് ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളുണ്ടല്ലോ. അള്ളാഹു നമുക്കൊക്കെ എല്ലാവർക്കും പുറത്തു തരട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത റമദാനിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ എന്നറിയില്ല. അള്ളാഹു ആയുസ്സും ആരോഗ്യവും നമുക്ക് പ്രദാനം ചെയ്തു തരട്ടെ. ഈ റമദാനിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അവരെയൊക്കെ സ്വർഗം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എല്ലാവർക്കും ഉപയോഗപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാ അല്ലാഹ്. ഇപ്പോഴും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ വീഡിയോയുടെ തമ്പലൈൻ എല്ലാവരും വായിച്ചു അല്ലേ? സമാധാനം ലഭിക്കാൻ, മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കേണ്ട ഒന്നാണ് സമാധാനം അല്ലേ? നമുക്ക് എന്ത് തന്നെ ഉണ്ടായാലും, എല്ലാം ഉണ്ട് എന്ന് നമ്മൾ അഹങ്കരിച്ചാലും സമാധാനം അത് റബ്ബ് തന്നെ തരണം അല്ലേ? ചില ആളുകൾ കരുതും വീടുണ്ടായാൽ സമാധാനം ഉണ്ടാവും എന്നുള്ളത്. എന്നാൽ വീടുള്ള ആളുകൾ സമാധാനം ഇല്ലാതെ നടക്കുന്നവരുണ്ട്. ശ്രദ്ധിച്ചിട്ടില്ലേ? ചില ആളുകൾ കരുതും വീടുണ്ട്, ഒരു വാഹനം കൂടി ആയാൽ, എന്നാൽ വാഹനമുള്ളവനക്കോ ഒരു സമാധാനം ഉണ്ടാവില്ല. ചില ആളുകൾ കരുതും എന്ത്, സാമ്പത്തികമായിട്ട് കുറച്ച് അഭിവൃദ്ധി ഉണ്ടായാൽ, കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടായാൽ കുഴപ്പമില്ല, തരക്കേടില്ല, കുറച്ചൊക്കെ റാഹത്താകും, കുറച്ചൊക്കെ സമാധാനം ഉണ്ടാകുമെന്ന് കരുതും. എന്നാലോ സാമ്പത്തികമായിട്ട് ഭദ്രത ഉള്ള ആളുകളും ഒരുപാട് പരാജയത്തിൽ കഴിയുന്നവരുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ സമാധാനം എന്ന് പറയുന്ന ഈ ഒരു വാക്ക് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ അത് ഖാലിഖായ റബ്ബ് തന്നെ കരുതണം.
നമ്മൾ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അത് അള്ളാഹ് തന്നെ തരണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈ വീഡിയോ കാണുന്ന എനിക്കും നിങ്ങൾക്കും മറ്റ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മൾ സ്നേഹിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നീറുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തീർത്ത് നല്ല ഒരു സന്തോഷം നിറഞ്ഞ ജീവിതം നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ സമാധാനം ലഭിക്കണമെങ്കിൽ അത് അള്ളാഹു തന്നെ നമുക്ക് തരണം, അല്ലേ? അപ്പം നമുക്ക് അള്ളാഹനെ തന്നെ പിടിക്കുക. അള്ളാഹ് തന്നെ സമാധാനം തരണമെങ്കിൽ നമുക്ക് അള്ളാഹനെ തന്നെ പിടിച്ചാലോ? ഇന്നത്തെ നമ്മുടെ ഈ ഒരു അമല് പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ നല്ല പവറുള്ള ഒരു ഇസ്മാണ് യാ സലാം യാ അള്ളാഹ്. നമ്മളൊക്കെ ചെല്ലാറുണ്ട് യാ സലാമു യാ അള്ളാഹ്, യാ സലാമു യാ അള്ളാഹ് എന്ന് നമ്മളൊക്കെ ചെല്ലാറുണ്ട്. അള്ളാഹു സലാമത്താക്കി തരട്ടെ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. യാ സലാം വല്ലാത്ത പവിത്രമാക്കപ്പെട്ട ഒരു ഇസ്മാണത്. ഇന്ന് സമാധാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന അമല്, നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഈ ഒരു അമലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യാ സലാം എന്ന് പറയുന്ന ഇസ്മ. കാരണം നമ്മളിന്നിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഈ ഒരു കളം യാ സലാമു യാ അള്ളാഹ് എന്നുള്ളതിൻ്റെ കളമാണ്. ഈ കളത്തിലൂടെ, ഈ യാ സലാമു യാ അള്ളാഹ് എന്നുള്ള ഇസ്മിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമാധാനം നൽകും. അതെങ്ങനെ നൽകും? നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. യാ സലാമു യാ അള്ളാഹ് എന്നുള്ള അള്ളാഹിൻ്റെ ഇസ്മു വെച്ചിട്ടാണ് നമ്മൾ റബ്ബിനോട് മുൻനിർത്തി ചോദിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു തട്ടിക്കളയൂല എന്നുള്ള വിശ്വാസം ഇൻഷാ അള്ളാഹ്. സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പല അമലുകളും, സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പല അമലുകളും നമ്മൾ പറഞ്ഞു തരുമ്പോൾ, വീഡിയോയിൽ കളങ്ങൾ കാണിച്ചു തരുമ്പോൾ, ഇത് കുപ്പിയിലിട്ടിട്ട് വീടിൻ്റെ മുന്നിൽ കുഴിച്ചിടാൻ പറ്റുന്ന അമല്, അതുപോലെ തന്നെ കയ്യിൽ എഴുതി പേപ്പറിലാക്കി എഴുതി കയ്യിൽ സൂക്ഷിക്കാൻ പറ്റിയ അമല്, അതുപോലെ തന്നെ കുപ്പിയിലാക്കി വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റിയ അമല്, ഇങ്ങനെയൊക്കെ നമ്മൾ അമലുകൾ പറയാറുണ്ട്, അല്ലേ? എന്നാൽ പല ആളുകൾക്കും ഈ അമലുകളൊന്നും ചെയ്യാൻ പറ്റാറില്ല. ചില ആളുകൾ പറയും, ഉസ്താദേ മുറ്റത്ത് കുഴിച്ചിടാൻ പ്രയാസമാണല്ലോ, എന്താ ചെയ്യുക? ചില ആളുകൾ പറയും, ഉസ്താദേ കുപ്പിയിലിട്ട് വെക്കാൻ പ്രയാസമാണ്, എന്താ ചെയ്യുക? കയ്യിൽ വെക്കാൻ പറഞ്ഞാൽ പറയും, ഉസ്താദ് എപ്പോഴും കയ്യിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല, അപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പല ആളുകളും പല സംശയങ്ങളും എല്ലാ വീഡിയോസിലും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന യാ സലാമു യാ അള്ളാഹ് എന്നുള്ള ഇസ്മിൻ്റെ കളം, 4 കളമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 4 കളം. എന്തിനാണ് ഈ 4 കളം പരിചയപ്പെടുത്തുന്നതെന്നറിയോ നിങ്ങൾ? നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ 4 കളം പരിചയപ്പെടുത്തുന്നത്. കാരണം പല ആളുകൾക്കും പലതും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം മുറ്റത്ത് കുഴിച്ചിടാൻ പറ്റുന്നവർക്ക് മുറ്റത്ത് കുഴിച്ചിടാം, വെള്ളത്തിലിട്ട് വെക്കാൻ പറ്റുന്നവർക്ക് വെള്ളത്തിലിട്ട് വെക്കാം, കാറ്റാടുന്ന സ്ഥലത്ത്, കാറ്റ് തട്ടുന്ന സ്ഥലത്ത് തൂക്കിയിടാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം, എഴുതി പോക്കറ്റിൽ വെക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഏത് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ 4 മോഡൽ കളം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 4 വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഏത് കളം നിങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിലും, നിങ്ങളിത് എഴുതാനിരിക്കുമ്പോൾ സാധാരണ നമ്മൾ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, ഒളുവൊക്കെ എടുത്ത് 2 റക്അത്ത് ഖളാഹുൽ ഹാജത്ത് നിസ്കരിച്ച് നല്ല വൃത്തിയോടുകൂടി ഖിബിലക്ക് മുന്നിട്ടിരുന്ന് നല്ല ഈമാനോടുകൂടി നല്ല വിശ്വാസത്തോടുകൂടി ഞാൻ ഈ ചെയ്യുന്ന അമൽ കൊണ്ട് അള്ളാഹു എനിക്കൊരു ഫലം തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ആ ഈമാൻ കൈവെടിയാതെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെന്ത് ചെയ്യും? ഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നിങ്ങളെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം അങ്ങനെ അങ്ങ് പകർത്തുന്നതിനേക്കാൾ ഉപരി ശ്രദ്ധിക്കുക, ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ
അതേപോലെ അങ്ങ് കേട്ട് അതങ്ങ് പരീക്ഷ എഴുതുന്ന പോലെ എഴുതുന്നതിനേക്കാൾ നല്ലത് ഇത് മനസ്സിലാക്കി നല്ല ഈമാനോടുകൂടി അള്ളാഹുവിനോടൊന്ന് സങ്കടത്തോടു കൂടി നിങ്ങളെ വിഷയങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അതിനേക്കാൾ കൂടുതൽ പവിത്രതയോടുകൂടി നിങ്ങളുടെ ഹൃദയം തിളങ്ങുന്ന ഒരു ഹൃദയമായി മാറും. അപ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹ് നോക്കും നിങ്ങളുടെ നിയ്യത്ത് എന്താണെന്നുള്ളത്. ഈ ഉസ്താദ് പറഞ്ഞപ്പോൾ നമ്മൾ ചെയ്ത് നോക്കലേ, അങ്ങനെ പാടില്ല. അങ്ങനെ ചെയ്താൽ ഫലം കിട്ടില്ല. ആത്മാർത്ഥമായിട്ട് ഫലം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഒന്ന് ചെയ്തു നോക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏത് കളവും എടുത്ത് ചെയ്യുന്ന ആളുകളായാലും ഈ കളം റെഡിയാക്കി എഴുതി വൃത്തി പോലെ എഴുതിയതിന് ശേഷം അതിൽ മന്ത്രിക്കണം. യാ സലാമു യാ അള്ളാ എന്ന് തന്നെയാണ് മന്ത്രിക്കാനുള്ളത്. അപ്പോൾ 4 മോഡൽ കളം ഞാൻ പരിചയപ്പെടുത്തി. ഈ 4 മോഡൽ കളത്തിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരേപോലെയാണ് മന്ത്രിച്ച് റെഡിയാക്കാനുള്ളത്. മന്ത്രിക്കാനുള്ളത് യാ സലാമു യാ അള്ളാ, യാ സലാമു യാ അള്ളാ എന്ന് 131 തവണയാണ് മന്ത്രിക്കാനുള്ളത്. ശ്രദ്ധിക്കുക, 131 തവണയാണ് യാ സലാമു യാ അള്ളാ എന്ന് മന്ത്രിക്കാനുള്ളത്. മന്ത്രിച്ച് കഴിഞ്ഞ് ഈ എഴുതിയ പേപ്പറിൽ ഊതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ പേപ്പർ ഉപയോഗപ്പെടുത്താം. എങ്ങനെ ഉപയോഗപ്പെടുത്താം? അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കും. കയ്യിൽ സൂക്ഷിക്കേണ്ട കളം, വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റിയ കളം. വെള്ളത്തിലിട്ട് വെച്ചാൽ എന്ത് പറ്റും? നമുക്ക് ആ വെള്ളം കുടിക്കാൻ പറ്റും, കുളിക്കാൻ പറ്റും, വീട്ടിലൊക്കെ തെളിക്കാൻ പറ്റും. കയ്യിൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കൂടെ നടക്കുമ്പോൾ കൊണ്ട് നടക്കാം. അതുപോലെ ഇനി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാൻ പ്രയാസമുള്ളവർക്ക് മണ്ണിൽ കുഴിച്ചിടാൻ പറ്റും. ഏത് രീതിയാണോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും ആ രീതിയിലൊക്കെ ചെയ്യാം. നിങ്ങൾ എന്താണോ ഉദ്ദേശം, നിങ്ങൾക്ക് സമാധാനം കിട്ടാത്തത് എന്ത് കാരണത്താലാണോ ആ കാര്യം നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് സമാധാനം ലഭിക്കണം അല്ലാഹ് എന്നുള്ള നിയത്തോടു കൂടി നിങ്ങൾ ഈ അമൽ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ ഈ അമൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിത് ഉപയോഗപ്പെടുത്താം. കുപ്പിയിലിട്ട് വെക്കുക, കയ്യിൽ വെക്കുക, പോക്കറ്റ്, എന്ത് വേണമെങ്കിലും ചെയ്യാം. ചെയ്യാനുള്ളത് 131 തവണ യാ സലാമു യാ അള്ളാ എന്ന് മന്ത്രിക്കുക, അതിലൂതുക. മനസ്സിലായോ? അങ്ങനെ ഊതി അത് റെഡിയാക്കിയതിന് ശേഷം എന്താണോ ആവശ്യം പറഞ്ഞ് നിങ്ങൾ ആ പേപ്പറിനെ ഉപയോഗപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇത് ചെയ്തിട്ട് ഫലം കിട്ടുന്ന ആളുകൾ കമൻറ്റിൽ അറിയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തീർത്തു തരട്ടെ. ഞാനിനി കളം കാണിക്കാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. റമളാൻ വിട പറയുകയാണ്. തൗബ ചെയ്യുന്നവരുടെ, ദുആ ചെയ്യുന്നവരെ കൂട്ടത്തിൽ സാധുവായ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കണ്ട. റമളാൻ കഴിഞ്ഞാൽ സാധാരണ പോലെ എല്ലാ ബുധനും വ്യാഴവും നമ്മുടെ വീട്ടിൽ ചികിത്സ കൺസൾട്ടിങ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. വരുന്ന ആളുകൾ വിളിച്ച് ബുക്ക് ചെയ്ത് നമ്മളെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ ഇൻഷാ അല്ലാഹ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ വീട്ടിലുണ്ടാകും. അള്ളാഹു സ്വീകരിക്കട്ടെ. എന്നാൽ ഞാൻ ആ കളം കാണിച്ചുതരാം. ആ കളം കണ്ട് മനസ്സിലാക്കിക്കോളൂ, അത് എഴുതാനുള്ളതൊക്കെ എഴുതിക്കോളൂ, അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലം തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പം ഇങ്ങനെ നല്ല ഒരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്.